പിണവാർത്തയിലേക്കാണ്. ധർമ്മടത്ത് പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദിന്റെ അതേ അനുഭവമാണ് മുൻ എംപിയും AICC അംഗവുമായ VS വിജയരാഘവന് പറയാനുള്ളത്. ആലത്തൂരിൽ 1977 മത്സരിച്ച EMS വെറും 1999 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച VS വിജയരാഘവനാണ് ശരിക്കും വിജയിയെന്നും തന്റെ വിജയം സാങ്കേതികമാണെന്നും EMS പറഞ്ഞതും വിജയരാഘവൻ ഓർത്തെടുക്കുകയാണ്. 1977 ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ ആലത്തൂരിൽ മത്സരിക്കുന്നത് EMSനെ നേരിടാൻ കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളാരും തയ്യാറായില്ല. അന്നത്തെ യുവനേതാവായ VS വിജയരാഘവനെ സ്ഥാനാർത്ഥിയാക്കി. നരിക്ക് മുൻപിൽപ്പെട്ട ആട്ടിൻകുട്ടി എന്നാണ് അന്ന് പത്രങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. വിജയിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ K കരുണാകരൻ ഒഴികെ ആരും പ്രചരണത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആലത്തൂരിലേക്ക് പുറപ്പെട്ട CH മുഹമ്മദ് കോയയെ വഴിയിൽ നിന്നും മടക്കി അയച്ച സംഭവവും ഉണ്ടായി. CH മുഹമ്മദ് കോയ പുറപ്പെട്ട് പെരിന്തൽമണ്ണ എത്തിയപ്പോൾ അവർ നിങ്ങൾ ആലത്തൂർ പോയിട്ട് എന്താ കാര്യം, അവിടെ തോൽക്കും, നിങ്ങളുടെ സമയം കണ്ടപ്പോൾ 2 നിയോജകമണ്ഡലത്തിൽ വന്നാൽ അതെങ്കിലും ജയിച്ച് കിട്ടുമ്പോൾ EMSന് പറ്റി. ഇന്ദിരാഗാന്ധി തോറ്റു എന്ന വിവരം വന്നതോടെ കൗണ്ടിംഗ് ഏജന്റുമാർ എഴുന്നേറ്റ് പോയി. കൃത്രിമം നടന്നില്ലായിരുന്നുവെങ്കിൽ താൻ വിജയിക്കുമായിരുന്നുവെന്നാണ് VS വിജയരാഘവൻ വിശ്വസിക്കുന്നത്. കൈ അടയാളമുള്ള കെട്ടിൻ്റെ മുകളിൽ 4 താഴെ 2 മേലെയും വെച്ച് കഴിഞ്ഞ് നോക്കിയാൽ അതൊക്കെ അരുവാളിച്ചിട്ടായി. കൈയല്ല വന്ന് പശുവും കുട്ടിയാണ് അത് എണ്ണിക്കഴിഞ്ഞ് അപ്പോൾ കെട്ടല്ലേ കെട്ടണ കറക്റ്റാകുമല്ലോ. ടാബുലേഷനിൽ ഒരു മിസ്റ്റേക്ക് അങ്ങനെ ഒരു മാറ്റിയെന്നാണ് പറയണത്. പറയില്ല, ഇത് പറയണത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വെറും 1999 വോട്ടിന് മാത്രമാണ് അന്ന് EMS വിജയിച്ചത്. ഇടത് കോട്ടയിൽ തന്നെ വിറപ്പിച്ച VS വിജയരാഘവനെ പരസ്യമായി അഭിനന്ദിക്കാനും EMS മടി കാണിച്ചില്ല. കൗണ്ടിംഗ് സെൻറ്ററിൽ ഹാളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാനായ PP കൃഷ്ണൻ വലിയൊരു ഹാരമായിട്ട് വന്നു. അത് EMSന് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇത് എനിക്കുള്ളതല്ല, യഥാർത്ഥ വിജയം വിജയരാഘവനാണ്, ഞാൻ സാങ്കേതികമായി ജയിച്ചിട്ടേ ഉള്ളൂ, വിജയരാഘവൻ ഇടണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. ധർമ്മടത്തെ അബ്ദുൾ റഷീദിന്റെ ഏതാണ്ട് സമാനമായ അനുഭവമാണ് VS വിജയരാഘവനും പങ്കുവെക്കുന്നത്. മീഡിയ 1 പാലക്കാട്.